ചേച്ചി, റാണി ചേച്ചി. എന്താ പപ്പൂസേ? ചേച്ചി എന്നാലും എന്നെ കൊച്ചായി കളഞ്ഞല്ലോ. അയാളുടെ മുന്നേ വെച്ച് നമ്മുടെ ശത്രു അത്. സതി ചേച്ചി ഇല്ലായിരുന്നു നന്നായി. സതി ചേച്ചിക്ക് സഹിക്കാൻ പറ്റില്ലത്. അയാളുടെ വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അനിയ. ആഹാരമില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ കഷ്ടവും ഗതികേടും നിറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? ചേച്ചി, ടീച്ചർമാരെ പോലെ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം പറയിപ്പിക്കാതെ മനസ്സിലുള്ളത് പറയും. ആഹാരമില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ കഷ്ടമാ അന്നത്തിന് വേണ്ടി ആശ്രയിച്ച് ജീവിക്കുന്നത്. അതും ഉയർന്ന സാമ്പത്തികമുള്ള ബന്ധുക്കളെ. ആരെ? ഉയർന്ന സാമ്പത്തികമുള്ള ബന്ധുക്കളെ. ആ, കറക്റ്റ്, വെരി ഗുഡ്. ചേച്ചി അല്ല, ചേച്ചി എനിക്ക് തരും. വന്നിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. ചോദിക്കേണ്ട കാര്യമില്ല. പെട്ടുപോലും പൊട്ടിച്ചില്ലല്ലോ. എന്നാലും എന്താ പപ്പൂസേ? എനിക്ക് 500 രൂപ പൗണ്ടായാലും മതി. നിനക്ക് എങ്ങനെ അത് ചോദിക്കാൻ തോന്നിയുടെ പപ്പൂസേ? എന്താ ചേച്ചി? ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ചേച്ചിയുടെ കാശാണോ ആവശ്യം അതോ സ്നേഹമാണോ? ചേച്ചിയുടെ കാശാണോ അതോ അഗാധമായ അപാരമായ സ്നേഹം അതാണോ എന്റെ അനിയൻ ആവശ്യം? അത് സ്നേഹം മതി അനിയ, എനിക്കത് കേട്ടാൽ മതി. എനിക്കത് കേട്ടാൽ മതി. പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത ഒരേ ഒരു ബന്ധമേ ഉള്ളൂ, സഹോദര ബന്ധം, രക്തബന്ധം. ആ ബന്ധം കാശിന്റെ കണക്കുകളിൽ ഒതുങ്ങാൻ പാടില്ല. കാശിന്റെ കണക്കുകളിൽ ഒതുങ്ങാൻ പാടില്ല. ആ, കറക്റ്റ്. എനിക്ക് പരിചയമില്ലാത്തവർക്ക് ഞാൻ കാശ് കൊടുക്കും. കാരണം അവരുടെ ബന്ധം എനിക്ക് ആവശ്യമില്ല. അവർ അന്യരാണ്. ഓ, അവർ അന്യനാണ്. ആ, നല്ല കുട്ടിയാവണം, മിടുക്കനാവണം, വലിയ ആളാവണം, സൽകീർത്തി നാടെങ്ങും പരത്തണം. നിന്റെ വളർച്ച നോക്കി ഈ വലിയ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. ഈശ്വര, അന്യനായിരുന്ന മതിയായിരുന്നു. എന്തെങ്കിലും പറഞ്ഞോ പപ്പൂസേ? സജിച്ചേക്കണ്ടായിരുന്നു. എന്താടാ കാര്യം? ആ സുഗുണനില്ലേ ഓരോരോ കാര്യം പറഞ്ഞ് റാണി ചേച്ചിയുടെ ലോഹ്യം കൂടുക. ഞാൻ ജീവിച്ചിരിക്കുമ്പോഴോ ചോരപ്പുഴ ഒഴുകും, ഇവിടെ ചോരപ്പുഴ ഒഴുകുമെന്ന്. പറഞ്ഞത് പിടിച്ചേക്കുന്നത് പിടിച്ചെങ്കിലേ വിടാൻ പറ്റത്തുള്ളൂ. അമ്മോ, തമാശകളെ. ചേച്ചിയെ കാണാത്തോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്ത ആരും റാണി ചേച്ചിയെ കാണാൻ പാടില്ല. സതിക്ക് സാധനം വാങ്ങിച്ചിട്ട് മുഴുക്കുന്നില്ല ചേച്ചിയെ ഊട്ടാൻ. ചേച്ചിക്കാണെങ്കിലോ അയൽ വീട്ടുകാരോട് കഷ്ടം. ഞാൻ എന്തായാലും ചേച്ചി കണ്ട് കാര്യം പറഞ്ഞിട്ട് വേട്ടുവാ. മുട്ട പൊട്ടിയോ ആവോ? ഞാൻ സാറിനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. എന്താ സുഗുണ? സാറിന്റെ ഒരു ഹെൽപ്പ് എനിക്ക് വേണം. എന്ത് ഹെൽപ്പ്? എനിക്ക് വേണ്ടി സാറൊരു റെക്കമെൻഡേഷൻ ഓഫ് ഇന്ത്യ നടത്തണം. റെക്കമെൻഡേഷനോ? റെക്കമെൻഡേഷൻ. ഇവിടുത്തെ റാണി ചേച്ചി എടുക്കാൻ പോണ ഡോക്യുമെന്ററി സീരിയലിൽ എനിക്കൊരു വേഷം തരാൻ റെക്കമെൻഡ് ചെയ്യണം സാർ. നാട്ടുകാർക്ക് മുഴുവൻ ഇങ്ങനെ വട്ടായി പോയാൽ എന്ത് ചെയ്യൂന്ന് പറ. അയ്യോ സാറേ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. ഒന്ന് റെക്കമെൻഡേഷൻ ചെയ്യണം സാറേ. എനിക്ക് എല്ലാ റോളും അഭിനയിക്കാൻ പറ്റും. ഇതാ നോക്കണേ, ജയം കാണിച്ചു തരാം. ജയ് നോക്കണേ. നീയാണൂടെ പെൺപിള്ളേരെ കളിയാക്കുന്ന ഷാജി. ഇത് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് സുരേഷ് ഗോപി ഇതാ നോക്കണം. സുരേഷ് ഗോപി, അടുത്ത് മോഹൻലാൽ. എന്താ പ്രശ്നം? ഇനി മമ്മൂട്ടിയെ. മമ്മൂട്ടി ഞാൻ സെലക്ട് ചെയ്യും. ഇത് കുറച്ച് തയ്യാറെടുപ്പുണ്ടേ. വടക്കം വീരകഥയാണേ. വടക്കം വീരകഥ സിനിമ വന്നില്ലായിരുന്നെങ്കിൽ എന്നെപ്പോലുള്ളവർ എങ്ങനെ അഭിനയിക്കുന്നുണ്ട്. ഇതാ ഇപ്പൊ കാണിച്ചു തരാം. മീശയൊക്കെ മേലോട്ട് വരണം. ചന്ദനലേവസുഖം. സാറേ, സാർ കുട്ടി, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. എന്തെങ്കിലും ഒരു റോൾ, എന്തെങ്കിലും അല്ല, നല്ലൊരു റോൾ ആഗ്രഹിക്കുന്നതിന് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങിത്തരാം. ഞാനൊരു കാര്യം പറഞ്ഞ റാണി ചേച്ചി തട്ടിക്കളയില്ല. ചാൻസ് വെച്ച് വീടിന് മുമ്പ് നീണ്ട ക്യൂ ആണ്. പിന്നെ എത്ര പേരെ റെക്കമെൻഡേഷനായി വരുന്നത്. ആ സുഗുണം പല വഴി നോക്കുന്നുണ്ട്. പക്ഷെ ആരുടെ ശുപാർശ വീഴുന്ന ആളല്ല എന്റെ ചേച്ചി. പിന്നെ കുട്ടിക്കൊരു റോൾ,
അത് വേണമെങ്കിൽ പപ്പ ശരിയാക്കും. റോളിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ലണ്ടനിൽ നിന്ന് ചേച്ചി നിങ്ങൾക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നേ? കൊണ്ടുവന്നു, ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നു. എല്ലാവരും പെട്ടിക്കകത്ത് അടച്ചു വെച്ചേക്കാ. ആണോ? അതിന്റെ പെട്ടിയിൽ അടച്ചു തന്നെ വെച്ചിരിക്കുന്നേ. സസ്പെൻസ് ആയിരിക്കും. സതി, എന്താ സതി? ഇല്ല ചേച്ചി, ഒന്നുമില്ല ചേച്ചി. 1-2 ദിവസം ആയില്ലേ ചേച്ചി വന്നിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പോ ഞാൻ ഈ പെട്ടികളൊക്കെ നോക്കുവേ. അതിങ്ങനെ പൊട്ടിക്കാതെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോ എന്റെ മനസ്സിനൊരു വിങ്ങല്. ഇന്നലെ കിടന്നിട്ട് ഉറക്കമേ വന്നില്ലേ ചേച്ചി. അപ്പൊ ആകാംക്ഷ ശമിപ്പിക്കാൻ വേണ്ടി ഒന്ന് പൊട്ടിക്കാം. സമയമായില്ല അനിയത്തി. പിന്നെ എപ്പോഴാ ചേച്ചി അതിന് സമയമാവുന്നേ? ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു എയിമുണ്ട്. ഇവിടുത്തെ ദരിദ്രരെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി. അതൊന്ന് പൂർത്തിയാകട്ടെ. കണ്ണടച്ചാൽ അനിയത്തി, പാവപ്പെട്ടവർ വന്ന് നിരനിരയായിട്ട് നിൽക്കുക. നമ്മളെ പോലുള്ളവർ സുഭിക്ഷതയിൽ ഇരിക്കുമ്പോ 3 നേരം വേണ്ട, 1 നേരം പോലും വയറ് നിറച്ച് കഴിക്കാൻ ഭാഗ്യമില്ലാത്തവർ. അവരെ പറ്റിയുള്ള ചിന്ത. അയ്യോ അതെ ചേച്ചി, പാവപ്പെട്ടവരെയും ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്ന് ഈ പെട്ടിയെയും ബന്ധപ്പെടുത്തി എന്തിനാ ചേച്ചി പറയണേ? ദേ, ഞാൻ ആണയിട്ട് പറയുക, 1 ഡസൻ ദരിദ്രനെ ഞാൻ ചേച്ചിക്ക് പിടിച്ചു തരും. ഒരു 4-5 എണ്ണത്തിന് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. സന്തോഷമായി ചേച്ചിക്ക്, സന്തോഷമായി. ഇത്തവണ ഡോക്യുമെന്ററി ഫെസ്റ്റിവലിൽ എന്റെ ദാരിദ്ര്യത്തിനായിരിക്കും അവാർഡ്. അതെ ചേച്ചി, ഡോക്യുമെന്ററിക്ക് നല്ല ദരിദ്രരെ കിട്ടിയ ഒരാൾക്ക് 5000 വരെ കൊടുക്കാൻ ഞാൻ റെമുനറേഷൻ ആയിട്ട്. എന്നുവെച്ചാ അഭിനയിക്കാനുള്ള പ്രതിഫലം, ശമ്പളം 5000 രൂപ. ചേച്ചി ദിവസം 5000 രൂപയോ? ഈശ്വരാ ചേച്ചി, ദേ എനിക്ക് ചേച്ചി ഒരു ദിവസം 1000 രൂപ വെച്ച് തന്നാ മതി. ഞാൻ 1-ാം തരം ദരിദ്രയായിട്ട് അഭിനയിക്കാം. ഇപ്പൊ കണ്ടോണേ. അയ്യോ അമ്മ, വല്ലതും തരണേ. എങ്ങനെയുണ്ട് ചേച്ചി? അയ്യോ അനിയത്തി, ആർട്ടിഫിഷ്യൽ ദരിദ്രരെ ജഡ്ജസിന് കണ്ടാലറിയാം. അതല്ലേ ഈ ദാരിദ്ര്യത്തിന്റെ കുഴപ്പം. ഏതായാലും ഞാൻ സ്ക്രിപ്റ്റ് വർക്ക് പൂർത്തിയാക്കട്ടെ. അയ്യോ ചേച്ചി ചേച്ചി ചേച്ചി, എന്താ അനിയത്തി? പണ്ടത്തെ നമ്മുടെ സ്കൂൾ ജീവിതമേ, നമ്മുടെ കുട്ടിക്കാലം, അന്നത്തെ മഴ, വയൽ വരുമ്പോ തൂടുള്ള നമ്മുടെ നടത്തം, വാഴയില വെട്ടി കുടയായി പിടിക്കുന്നത്, സ്ലേറ്റ് പെൻസിൽ കടം വാങ്ങിക്കുന്നത്, പിന്നെ സ്ലേറ്റ് പൊട്ടുന്നത്, സ്ലേറ്റ് പൊട്ടിയതിന് അച്ഛൻ തല്ലുന്നത്, അതിന് തടസ്സം പിടിക്കുന്നത്. ആ സമയത്ത് ദാരിദ്ര്യമുള്ള ഒരാൾ റോഡിലൂടെ പോകുന്നത്. ഓ, അതിനിടയ്ക്ക് ദാരിദ്ര്യം പറയാതെ എന്റെ ചേച്ചി. അല്ല, ഞാൻ പഴയകാലം ഓർമ്മിച്ച എന്താണെന്നറിയോ? ഇന്ന് ചേച്ചി വളരെ ഉയർന്ന നിലയില്, ഞാൻ വെറും ഒരു സാധാരണക്കാരി. ചേച്ചി, ഈ അനിയത്തിക്ക് ഒരു 50,000 രൂപ തരുമോ? കുറെ പലിശക്കടവുള്ളതുകൊണ്ടാ. കാർ എടുത്തതിന്റെയാ ചേച്ചി, അതങ്ങ് തീർത്തേക്കാം. അനിയത്തിക്ക് എങ്ങനെ ഇത് ചോദിക്കാൻ തോന്നി? അയ്യോ, എന്താ ചേച്ചി കുറഞ്ഞു പോയോ? അനിയത്തി പറഞ്ഞില്ലേ, അന്നത്തെ മഴ, വാഴയില, വരമ്പില് വീഴല്, സ്ലേറ്റ് പൊട്ടുന്നത്, അച്ഛന്റെ തല്ല്, ദാരിദ്ര്യക്കാരി റോഡിൽ കൂടെ പോകുന്നത്. അതെ. അപ്പോ അന്ന് നമ്മൾ കാശിനെ കുറിച്ച് സംസാരിച്ചോ? ഇല്ല. നിഷ്കളങ്കമായ സ്നേഹമായിരുന്നില്ല നമുക്കന്ന്. നിഷ്കളങ്കമായ സ്നേഹം. ഈശ്വരാ, ഇതെന്തൊരു പരീക്ഷണം. ചേച്ചി ചോദിച്ചതിന് ഉത്തരം പറ മോളെ. കാശ് വേണോ സ്നേഹം വേണോ? എന്ന് ചോദിച്ചാൽ സ്നേഹം മതി, സ്നേഹം മതി. തൃപ്തിയായി, ചേച്ചിക്ക് തൃപ്തിയായി. ഞാൻ ഈ സ്ക്രിപ്റ്റ് ഒന്ന് തീർക്കട്ടെ. അയ്യോ, ഓ, ഇതൊന്നും തടയുന്ന ലക്ഷണമില്ല. എന്തുവാടെ ഒരുമാതിരി ഒളിച്ചു കളി? ചുമ്മാ വെറുതെ ഇവിടെ കള്ളന്മാരുടെ ഭയങ്കര ശല്യമല്ലേ, ഞാൻ അവരെ തേടി നിൽക്കായിരുന്നു. എങ്കിലേ ഒരു കള്ളനെ ഞാൻ കൈയോടെ പിടിക്കാം. എന്തുവാടെ എത്ര ഷർട്ടുകള്? അത് പിന്നെ അലക്കാനിടാൻ. നിന്നെ പോലുള്ളവന്മാരെ ഒന്നും അലക്കാൻ പറ്റാത്തത് കൊണ്ടായി പ്രശ്നങ്ങളൊക്കെ. എടാ, ഈ കാണിക്കുന്ന ചുണയുടെ 10-1 ചുണ വീട്ടിൽ കാണിച്ചിരുന്നെങ്കിലേ നിന്റെ ചേച്ചി നിന്റെ കൂടെ നിന്നേനെ. അതിനിപ്പോ ചേച്ചി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. അയ്യാ, പിന്നെ കൂടെ തന്നെ ഉണ്ട്. എടാ, ചോറിഞ്ഞും കൂറങ്ങും, അങ്ങനെ ആ കൂടെ തന്നെ ഉള്ളത്. അവക്ക് ദരിദ്രന്മാരെ കുറിച്ച് പഠിക്കണം. ചേടാ, എന്നോട് പറഞ്ഞാ പോരെ, നല്ല മണി പോലുള്ള എത്ര ദരിദ്രന്മാരെ ഞാൻ കൊടുക്കുമായിരുന്നു. അമ്മ ചെല്ലണം. ഓ, ആള് വരാൻ സമയമായില്ലയോ? ഡ്രസ്സൊക്കെ മാറി റെഡി ആയിരുന്നില്ലേ?
ഒന്ന് പോവാമോ? ആ ഞാൻ പോവാം, നീ നോക്കിക്കോ. നിന്റെ റാണി ചേച്ചിയെ ആ ലീലാവതി കൊത്തിക്കൊണ്ട് പോവും. ആ ദാ, വെള്ളം. ചേട്ടത്തി. ചേട്ടത്തി. വേണ്ട. അങ്ങോട്ട് നോക്ക്. ഓ ഇതാണോ വലിയ കാര്യം? ചേട്ടത്തി. ചേട്ടത്തി നോക്ക്. ചുമ്മാ ഇരുടാ. കുട്ടി വേണ്ട, വിളിക്കണം. കുട്ടിയെ തന്നെയാ. ഞാന് എന്ത്? ഇങ്ങ് വരൂ. വിളിക്കണ ചേട്ടത്തി. ചുമ്മാ ഇരുടാ. ചെല്ലണം ചേട്ടത്തി. പോണം. മടിയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ഒഴിക്കാം. അല്ല, ഞാൻ കൂടെ വരാം. എന്ത്? വെറുതെ ഒന്ന് പരിചയപ്പെടാൻ. സാധുക്കളെ കാണുമ്പോ എനിക്ക് ഇഷ്ടം തോന്നും. അതെന്റെ ശീലമായി പോയി. അതെ, ഞാൻ സാധുവൊന്നുമല്ല. ഇഷ്ടം പോലെ കാശ് എനിക്കുണ്ട്. എന്റെ ഭർത്താവുണ്ടല്ലോ നരേട്ടൻ, UD ക്ലർക്കാ, UD ക്ലർക്ക്. അയ്യോ, അതെ സാധുക്കളെ കുറിച്ച് പഠിക്കാൻ വന്ന സാറല്ലയോ? ആ അതെ റാണി, നിങ്ങളുടെയൊക്കെ സഹായവും സഹകരണം എപ്പോഴും വേണം. കാശില്ലാതെ വിഷമിക്കുന്നവരെ കണ്ടാൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. എനിക്ക് ഫിലിം ചെയ്യാനാ. ദാരിദ്ര്യത്തിന് യൂറോപ്പിൽ നല്ല ഡിമാൻഡാ, പ്രത്യേകിച്ചും ഇന്ത്യൻ ദാരിദ്ര്യത്തിനെ കുറിച്ച്. ഓഹോ, അത് ശരി. അപ്പൊ ഇന്ത്യയുടെ ബുദ്ധിമുട്ട് വിറ്റ് കാശാക്കാൻ വന്നതാണല്ലേ? ദേ, ഇന്ത്യക്ക് കാശിത്തിരി കുറവാ, സമ്മതിച്ചു. പക്ഷെ അഭിമാനം ഉണ്ടല്ലോ, അഭിമാനം. അത് ഏത് യൂറോപ്പിനെക്കാളിലും കൂടുതലാ. ശോ, അതൊന്നുകൂടി പറയൂ. എന്ത് ചെവിക്ക് കുഴപ്പമല്ല ഉണ്ടാ? ഇന്ത്യക്ക് കാശിനെ ബുദ്ധിമുട്ടുള്ളൂ, അഭിമാനത്തിന് കുറവൊന്നുമില്ല. ബുദ്ധനും അശോകനും ഗാന്ധിജിയൊക്കെ ജനിച്ച നാടായത്. ശോ, നല്ല ഡയലോഗ്, നല്ല സ്റ്റേറ്റ്മെന്റ്. ഇത് നരേഷനിൽ കയറിപ്പോവും. എന്താ ഈ പറഞ്ഞ ഡയലോഗ് ഇത് തുടക്കത്തിൽ ഇന്ത്യൻ ദാരിദ്ര്യത്തെ കുറിച്ചുള്ള വിവരണത്തിന് ഉപയോഗിക്കാം. ദാ, ഇതെന്താ? എന്റെ ഡോക്യുഫിക്ഷൻ ഉപകരിക്കുന്ന ഓരോ ഡയലോഗിനും ഞാൻ റെമ്യൂണറേഷൻ കൊടുക്കും. വാങ്ങൂ കുട്ടി. അയ്യേ, എനിക്ക് വേണ്ട. വാങ്ങിക്കണം ചേട്ടത്തി. ഫോറിൻ സാധനമല്ലേ, വാങ്ങിക്കണം. വാങ്ങാൻ പറയും. അയ്യോ, വാങ്ങിച്ചോ വാങ്ങിച്ചോ. ഇത് യൂറോപ്പിലെ ഏറ്റവും കാശുകാര് കിട്ടുന്ന വാച്ചാ. വാങ്ങൂ. 50,000 ഇന്ത്യൻ മണിയെങ്കിലാകും. ചേച്ചി. അയ്യോ, നോക്കട്ടെ. അയ്യോ, എന്റെ നെന്തിരുപടി. അയ്യോ, അതുപോലെ ഞാനും വല്ലതൊക്കെ പറയാൻ റാണി മോളെ. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ അയ്യേ, ഇതില് ദാരിദ്ര്യമൊന്നുമില്ല. അതുമല്ല, യൂസ്ഡ് ഡയലോഗാ. അയ്യോ, അതുപോലൊക്കെ ഇനിയുണ്ട്. അയ്യോ, ചേച്ചി എന്തായി കാണിക്കുന്നേ? എന്താ അനിയത്തി, നല്ലൊരു ഡയലോഗാ കുട്ടി പറഞ്ഞത്. പഞ്ച് ഡയലോഗ്. ഇന്ത്യക്ക് കാശ് അല്പം കുറവായിരിക്കും, പക്ഷെ അഭിമാനം വളരെ കൂടുതലാ. ആ ഡയലോഗിലായിരിക്കും ഡോക്യുമെന്ററി തുടങ്ങുന്നത്. ഒരു യാചകൻ അവശനായി കിടക്കുന്നു. അതിൽ ഈ ഡയലോഗ് ഓവർലാപ്പ് ചെയ്യും. അതിനാണോ ഇത്രയും വിലയുള്ള വാച്ച്? അധികം തിരിച്ചു വാങ്ങിക്കുക ചേച്ചി, ഇങ്ങ് തിരിച്ചു വാങ്ങിക്കുക. അയ്യോ, ഇത് കണ്ടിട്ട് എന്റെ ഇടനെഞ്ച് തളരുന്നു. ദാ, ഇവിടെ പറയുന്ന കേട്ടതൊന്നും ഞാനത് യാചോ പറ്റിച്ച വാങ്ങിയതാണെന്ന്. ഇത് വെച്ചോണം. പട്ടിണി കിടന്നാലും അന്യരുടെ വസ്തുക്കൾ തട്ടിയെടുക്കേണ്ട ഗതികേട് എനിക്കില്ല. ഈശ്വര, അടുത്ത ഡയലോഗ്. പട്ടിണി കിടന്നാലും ഇന്ത്യൻ ദാരിദ്ര്യം അന്യരുടെ വസ്തുക്കൾ മോഷ്ടിക്കാറില്ല. അതുകൊണ്ടാണ് ഇന്ത്യ മറ്റൊരു രാജ്യത്തെയും ആക്രമിക്കാത്തത്. ഇത് ആർക്ക് കൊടുക്കാനാ? ഈ ഡയലോഗിന് ഈ വള ഒട്ടും കുറവല്ല. ഞാൻ കൊടുക്കൂല, ഞാൻ കൊടുക്കൂല. ഇതിനേക്കാൾ തിളക്കം ആ വാക്കുകൾക്കുണ്ട്. ഞാൻ കൊടുക്കൂല. അനിയത്തി വാശി കാണിച്ച് ഞാൻ ചുറ്റും അടി തരും. കൊടുക്കങ്ങോട്ട്. എനിക്ക് വേണ്ട. അയ്യോ, വാങ്ങിക്കൂ കുട്ടി, വാങ്ങിക്കൂ. കൈ കാണിക്കേ, കൈ കാണിക്കേ. അല്ല, ഇത് സ്വർണ്ണ നല്ല ഭംഗിയുണ്ട്, ഇരിക്കട്ടെ. അയ്യോ, ഹോ, സത്യം പറഞ്ഞ നാണക്കേട് കൊണ്ട് എന്റെ തൊലി ഉരിഞ്ഞു പോയി. തന്നെ. ആ ഇതാ ഞാനിപ്പോ അധികം കൂടെ കയറാത്ത. എനിക്ക് ചില കാര്യങ്ങൾ കണ്ടാലേ വിരിവിരാന്നിഞ്ഞു വരും. റാണി ചേച്ചിയുടെ സൈക്കോളജി എനിക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ഒഴികെ ബാക്കി എല്ലാവരുടെ സ്നേഹം. അങ്ങനെ അങ്ങ് കുറ്റം പറയാതടാ. നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാവും. ആ പെട്ടികൾ അതൊക്കെ കാണും. ഈ ബുദ്ധിജീവികളെല്ലാം ഇങ്ങനെ ആയിപ്പോയി എന്താ ഞാൻ ആലോചിക്കുന്നത്. ഈ ബുദ്ധിജീവികൾക്ക് സ്ഥിരം ഒരു സ്വഭാവം ഇല്ലേ? എന്റെ ഏറ്റവും വലിയ മനപ്രയാസം അതല്ലടാ മക്കളെ. ദരിദ്രരെ പിടിക്കാനാണെന്നും പറഞ്ഞ സുഗുണം കൂട്ടുകൂടി കളഞ്ഞല്ലോ. ഇവിടെ പാവപ്പെട്ടവർ എത്ര പേരുണ്ടാവും? അയ്യോ, പാവപ്പെട്ടവരുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാണ് ഇവിടെ. പണ്ട് ഇവിടെ ഒട്ടും വികസനമൊന്നും ഇല്ലായിരുന്നു. അന്ന് ഒരുപാട് പണക്കാരും കാശുകാരും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു.
എല്ലാവരുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശ്, പത്തായം നിറച്ച് നെല്ല്. പക്ഷെ പിന്നീട് അങ്ങോട്ട് വികസനം വന്നു. അതോടെ ദരിദ്രന്മാരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പൊ ഒരു വീടിന് മിനിമം 3 ദരിദ്രന്മാര് വെച്ചുണ്ട്. ശ്ശോ, നന്നായി, വളരെ നന്നായി. ഇവിടുത്തെ ദാരിദ്ര്യം പ്രൊജക്ട് ചെയ്യുന്നതായിരിക്കും എന്റെ ഡോക്യുമെന്റ്. അവാർഡ് ഉറപ്പാ. പിന്നെ ഈ ദാരിദ്ര്യം കൊണ്ട് എന്തെങ്കിലും ഗുണം നമുക്കൊക്കെ ഉണ്ടാവണ്ടേ? ഇന്ത്യയുടെ ദാരിദ്ര്യവും നമുക്ക് മാർക്കറ്റ് ചെയ്യണം. കീറിപ്പറഞ്ഞ ഉടുപ്പ് വിട്ട് നടക്കുന്ന ഒരു ഭിക്ഷക്കാരന്റെ ക്ലോസപ്പ് ഇതും നമുക്ക് തുടങ്ങാം, അല്ലേ? ശരിയാ. അതാ ഒരു ദരിദ്രൻ. ദരിദ്ര പെട്ടെന്ന് ഇങ്ങോട്ട് വാ, പറയട്ടെ. ഈ മാഡം അന്വേഷിക്കാണ്. ഈ മാഡത്തിന് എന്തോ പറയാനുണ്ടെന്ന് നിന്റെ അടുത്ത്. എന്താ കാര്യം? നിന്നെ സിനിമയിൽ എടുക്കൂടാ? അതെ, സിനിമയിൽ എടുക്കാം. വട്ടാണല്ലേ? അയ്യോ, ഒന്ന് പോവാ. എടാ, നിന്നെ ഉപദ്രവിക്കലടാ. ഒന്ന് പോടാ. ദരിദ്രന്മാർക്ക് പണക്കാരോടുള്ള പേടി ഇതുവരെ മാറിയിട്ടില്ല, അതാണ്. അതിരിക്കട്ടെ, ഈ സാധാരണ ദരിദ്രന്മാരാണോ ഇടത്തരം ദരിദ്രന്മാരാണോ നമുക്ക് ആവശ്യം? ഏയ്, ഇടത്തരം ഒന്നും പറ്റില്ല. അതൊന്നും അവിടെ ചെലവാകില്ല. ആ ടൈപ്പുകൾ അവിടെയുണ്ടല്ലേ? ആ, എത്രയും ദാരിദ്ര്യമുള്ള ദരിദ്രന്മാര്, അവർക്ക് വിഷ്വൽ ഭംഗി ഉണ്ടാവൂ. ക്യാമറയിൽ വരുമ്പോ നല്ല ഷോ ആയിരിക്കും. ഈ മൺകൂരെ കിടന്നുറങ്ങുന്നവരെ കുറച്ച് സംഘടിപ്പിക്കാൻ ഞാൻ. അതും ഓക്കെ. പക്ഷെ വീടേ ഇല്ലാത്തവരാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാ. അവിടെ പെട്ടെന്ന് വിതരണക്കാരെ കിട്ടും. ഇവിടെ ഈ വീടില്ലാതെ റെയിൽവേ പാളത്തിൽ കിടക്കുന്നവരൊക്കെ കാണുമല്ലോ. ആ, അങ്ങനെ ഒരുത്തനെ ഇന്നലെ ഞാൻ കണ്ട്. പക്ഷേ കുറെ കഴിഞ്ഞപ്പോ അവന്റെ പുറത്തൂടെ ഒരു ട്രെയിൻ കയറി പോയി. അതും പോയി. ആ വളവിലൊരു ദരിദ്രൻ, വേറൊരു ദരിദ്രനാണ്. വെള്ളം വെക്കല്ലേ, മറ്റവനെ പോലെ ഓടിക്കളെ. ഞാൻ പിടിച്ചുതരാം. പതുക്കെ വരണം, പതുക്കെ. പന്നി നോക്കണം. ഉണ്ടല്ലേ അനങ്ങല്ലേ, നേരെ മതി. തിരിഞ്ഞു വെള്ളം വെച്ചല്ലേ, ഇതുണ്ട പറഞ്ഞു കളഞ്ഞു. കുഴപ്പമില്ല, നിരാശപ്പെടണ്ട. ഒന്ന് പോയി കഴിഞ്ഞാൽ ഇതുപോലെ 9 എണ്ണം വരും. ഇതെന്ത് പറ്റി? വേറെ ആരെയും കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ പിടിക്കാനല്ലേ. ദരിദ്രന്മാരിങ്ങനെ ഓടിക്കളഞ്ഞ എന്ത് ചെയ്യുമെന്നാണ്.